പ്രിയമുള്ളവരെ, കയ്പമംഗലത്തെ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജലജീവൻ മിഷന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശവും പൊളിക്കുകയും അതിനുശേഷം നടുഭാഗം പൊളിക്കുകയും ചെയ്ത് തീരെ സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ നമ്മുടെ കയ്പമംഗലത്തെ റോഡുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വാഹനവുമായി പോകുമ്പോൾ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പൈപ്പ് കുഴിച്ചതിൻ്റെ മണലിട്ട് സ്കിഡായി പോവുകയും നടുവിലേക്ക് പോകാനും കഴിയില്ല. അവിടെയും പൊളിച്ചിട്ടുണ്ട്. രണ്ട് വശവും പൊളിക്കുകയും നടുഭാഗം പൊളിക്കുകയും ചെയ്തപ്പോൾ ഏതു ഭാഗത്തുകൂടെയാണ് ഒരു വാഹനയാത്രക്കാരൻ പോകുക? നടക്കുന്നവർക്കും ഇത് ബാധകമാണ്. മഴ പെയ്താൽ ഈ കുഴികളിലൊക്കെ മണ്ണും ചെളിയും കുഴഞ്ഞു നിൽക്കും. രണ്ട് വാഹനങ്ങൾ പോകുമ്പോൾ രണ്ട് സൈഡുകളിലൂടെയാണ് പോകുന്നത്. റോങ് സൈഡാണ്, വേറെ മാർഗമില്ല. ഇത്രയും ദുരിതത്തിലാണ് കയ്പമംഗലത്തുകാരുടെ സഞ്ചാരം. ഇങ്ങനെയുള്ള റോഡുകൾ മൂലം നിരവധി അപകടങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. വളരെ ദുർഘടം പിടിച്ച ഈ റോഡുകൾ മൂലം കേടാകാത്ത റോഡുകളെ കൂടി ഇത് ബാധിക്കുകയാണ്. മോശമായ ഈ റോഡുകൾ മൂലം കുറച്ചു വളഞ്ഞിട്ടാണെങ്കിലും പോകേണ്ട സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടി അധികം പരിക്കേൽക്കാത്ത റോഡുകളെ ജനം ആശ്രയിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കൂടുതൽ വാഹനങ്ങൾ ആ വഴിയിലൂടെ തന്നെ പോവുകയും ആ റോഡും മോശമായ അവസ്ഥയിലേക്ക് മാറുകയുമാണ് ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണം 18 മുറി സ്കൂളിൽ നിന്നും തെക്കോട്ട് പോകുന്ന റോഡാണ്. അത് മൂന്നുപിടിയിലേക്ക് പോകുന്നതും കാളമുറിയിലേക്ക് പോകുന്നതുമായ ആളുകൾ ഇപ്പോൾ ഈ റോഡിനെയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് വാഹന ഗതാഗതം ഇവിടെ കൂടുകയും തന്മൂലം ഈ റോഡും വളരെ മോശമായ അവസ്ഥയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കയ്പമംഗലം കാളമുറിയിലുള്ള ഓട്ടോ സ്റ്റാൻഡിന് മുൻപിലാണ്. നമ്മുടെ കയ്പമംഗലത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ ഏറ്റവും കൂടുതലായി അറിയാവുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. നമുക്ക് അവരോട് ചോദിക്കാം. കയ്പമംഗലത്തെ സംബന്ധിച്ചിടത്തോളം കയ്പമംഗലത്തെ റോഡുകൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് പൊളിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അത് പൊളിഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജലനിധി മിഷന്റെ ഭാഗമായിട്ട് പൊളിച്ച റോഡുകളാണ്. അത്യാവശ്യം തിരക്കടില്ലാത്ത റോഡുകളായിരുന്നു കയ്പമംഗലത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ റോഡിന്റെ നടുവിൽ കൂടി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇടുന്നതിന് വേണ്ടി മുഴുവൻ പൊളിച്ചു നിൽക്കുകയും എന്നാൽ അത് റീസ്റ്റോറേഷൻ വർക്കിന് വേണ്ടി സർക്കാർ അനുവദിച്ച 10 കോടി രൂപ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പഞ്ചായത്തിനെ ഏൽപ്പിച്ചിട്ട് അതിന് ആ വർക്കുകളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ളത്. അതിന്റെ പേരിൽ 2 പ്രാവശ്യം ഇവിടെ സമരങ്ങൾ പഞ്ചായത്തിലേക്ക് നടത്തുകയുണ്ടായി. എന്നിട്ട് പോലും അധികാരികളുടെ കണ്ണ് തുറന്നിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കയ്പമംഗലത്തെ ഓട്ടോറിക്ഷക്കാരായാലും വ്യാപാരികളായാലും വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ജനങ്ങള് കാളമുറിയിലേക്ക് വരുന്നില്ല പൊതുവെ. അപ്പോ പിന്നെ കച്ചവടങ്ങളില്ല. കച്ചവട സ്ഥാപനങ്ങൾക്ക് ആളുകൾ വന്നാലാണ് ഞങ്ങളെപ്പോലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഓട്ടം കിട്ടുക. അഥവാ ഓടിയാൽ തന്നെ ഈ റോഡിൽ കൂടെ ഓടുമ്പോൾ തന്നെ വണ്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. കിട്ടുന്ന പൈസ വർഷത്തിൽ കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഞങ്ങള് പഞ്ചായത്ത് അധികൃതരെ ഒരുപാട് പ്രാവശ്യം ഞങ്ങള് ഇത് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എന്നിട്ട് പോലും അവരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കൊണ്ടാണ് ഇങ്ങനെ ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഇത് ഇനിയെങ്കിലും ഈ റോഡുകൾ എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കിയിട്ടില്ല എങ്കിൽ ഇനിയും ഞങ്ങള് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സുരേഷ് ചേട്ടനാണ് നമ്മുടെ മുന്നിലുള്ളത്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. കയ്പമംഗലത്തെ സംബന്ധിച്ച് ഇപ്പോ വാട്ടർ അതോറിറ്റിയുടെ പണി നടന്നിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് ഫണ്ട് 6 കോടി രൂപ പഞ്ചായത്തിന് കൈമാറിയിട്ട് ഏകദേശം 1 കൊല്ലത്തോളായി. ഇതുവരെ ഫണ്ട് ഉപയോഗിച്ചുള്ള വർക്കുകള്, റെസ്റ്റോറേഷൻ വർക്കുകള് അത്യാവശ്യം ചിലർക്ക് ചെയ്തു എന്നല്ലാതെ പൂർണ്ണമായിട്ട് ഒരു റോഡും കയ്പമംഗലത്ത് പണി നടന്നിട്ടില്ല. കാളമുറി നിന്ന് പടിഞ്ഞാട്ട് പോകുന്ന പ്രധാനപ്പെട്ട റോഡ് കയ്പമംഗലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു റോഡാണ്. അത് കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതി ടൈലിടും എന്ന് പറഞ്ഞിട്ട്
കോൺട്രാക്ടറെ ഞങ്ങളെല്ലാവരും ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ പൊതുജനങ്ങളും എല്ലാവരും കൂടി സമീപിച്ചു. പഞ്ചായത്ത് അധികൃതരെ നമ്മൾ സമീപിച്ചു. പക്ഷെ റോഡിന്റെ പണി ഫെബ്രുവരി 5 തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പൊ അതിന് ശക്തമായ ഒരു ഇടപെടൽ ഭരണസമിതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു വാസ്തവമാണ്. കൈപ്പമംഗലത്തെ ഒരു റോഡും ഇതുവരെ പൂർത്തീകരിച്ച് പണി ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും കുറച്ച് കല്ല് കൊണ്ടുവന്നിടുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. പക്ഷെ പണി പൂർത്തീകരിക്കുന്നില്ല, സഞ്ചാരയോഗ്യമാകുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ കച്ചവടക്കാർ ഇത് എന്റെ ഷോപ്പിൽ മിനിയാന്ന് ഉദ്ഘാടനം കഴിഞ്ഞത് ആളുകൾക്ക് വരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കച്ചവടക്കാരെയും ഓട്ടോറിക്ഷ തൊഴിലാളികളെ തുടങ്ങി പൊതുജനങ്ങൾക്കാകെ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. വളരെ അടിയന്തരമായിട്ട് ഇതിന് പഞ്ചായത്ത് അധികൃതരെ ശ്രദ്ധ ഉണ്ടാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കാൻ. ഇതുമായി ബന്ധപ്പെട്ട് നല്ല സമരപരിപാടികളെല്ലാം സംഘടിപ്പിക്കപ്പെട്ടതാണ്. പക്ഷെ യാതൊരുവിധ പ്രതിനിധി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. വളരെ നിസ്സംഗതയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. ഇനി തുടർ പരിപാടികൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് തുടർ പരിപാടികൾ എന്ന നിലയ്ക്ക് ഇപ്പൊ അന്ത്യശാസനം ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച സമയത്തിനുള്ളിൽ വർക്ക് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഇവിടെ എല്ലാ ജനവിഭാഗങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ചെയ്യണമെന്ന് തന്നെയാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് കയ്പമംഗലത്തിന്റെ ഭരണസിരാ കേന്ദ്രമാണ്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് കാര്യാലയം. യാഥാർത്ഥ്യങ്ങൾ അറിയാൻ നമുക്ക് അന്വേഷിക്കാം. പ്രിയപ്പെട്ടവരെ, സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. സത്യസന്ധമായ വാർത്തകൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ കയ്പമംഗലം പഞ്ചായത്തിൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കയ്പമംഗലം പഞ്ചായത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു വാഹനം ഓടിച്ച് കയ്പമംഗലം പഞ്ചായത്തിന്റെ റോഡുകളിലൂടെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്: ആരാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്? ആരാണ് ഇവിടുത്തെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അവർ പറഞ്ഞിട്ട് കാര്യമില്ല. റോഡുകളുടെ ശോചനീയ അവസ്ഥ അത്രയും വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അങ്ങനെ ഞാനൊരു കയ്പമംഗലത്തുകാരനാണ്. അതുകൊണ്ട് തന്നെ കയ്പമംഗലത്തിന്റെ റോഡുകൾ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യത്തിൽ നിന്ന് ഉത്തരം കിട്ടുന്നതിന് വേണ്ടി ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കയ്പമംഗലം പഞ്ചായത്തിലാണ്. കയ്പമംഗലം പഞ്ചായത്തിൽ നമ്മുടെ കയ്പമംഗലത്തിന്റെ ഭരണാധികാരി അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. കയ്പമംഗലം പ്രസിഡന്റിനോട് നമുക്ക് കൃത്യമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. വരൂ. നമസ്കാരം. നമ്മുടെ കയ്പമംഗലത്തെ റോഡുകളുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ കയ്പമംഗലത്തെ റോഡുകൾ നിലനിൽക്കുന്നത്? നമസ്കാരം. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ദേവി. നമുക്കറിയാം, ഏറ്റവും പ്രധാനമായ 2 വസ്തുക്കളാണ് നമുക്ക് റോഡും അതുപോലെ തന്നെ കുടിവെള്ളവും. നമ്മുടെ ഭരണസമിതി കയറി 3 വർഷത്തിനുള്ളിൽ തുടക്കത്തിൽ തന്നെ എല്ലാ വാർഡിലെയും ഒരുവിധ റോഡുകളൊക്കെ മുഴുവനായിട്ട് വർക്ക് കഴിഞ്ഞതേ. അതിനുശേഷമാണ് നമ്മുടെ പഞ്ചായത്തിലെ കുടിവെള്ളത്തിന്റെ ഒരുപാട് ക്ഷാമങ്ങൾ ഉണ്ടായതും കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥ തന്നെ വന്നത്. അങ്ങനെയാണ് വാട്ടർ അതോറിറ്റി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ റോഡുകളിലും വാട്ടർ അതോറിറ്റിയുടെ പുതിയ പൈപ്പുകൾ ഇട്ട് ലൈൻ കണക്ട് ചെയ്ത് ഓരോ വീട്ടിലേക്കും കണക്ഷൻ കൊടുക്കുന്ന രീതിയിൽ സർക്കാരിന്റെ ഒരു ഉത്തരവ് വന്നത്. പൊതു ടാപ്പുകൾ എടുത്ത് കളഞ്ഞ് എല്ലാ വീടുകളിലേക്കുമുള്ള കണക്ഷൻ കൊടുക്കാന്നുള്ളൊരു രീതി. അപ്പൊ എല്ലാ റോഡുകളും കുഴിച്ച് വാട്ടർ അതോറിറ്റിയുടെ പുതിയ പൈപ്പുകൾ ഇടുകയും അതോടൊപ്പം തന്നെ ഓരോ വീടുകളിലേക്കും പുതിയ ടാപ്പ് സംവിധാനം വന്നു. അങ്ങനെയാണ് നമ്മളെ റോഡുകളെല്ലാം പൊളിച്ചിടേണ്ട ഒരു അവസ്ഥ വന്നത്. ഇപ്പൊ കഴിഞ്ഞ നമ്മൾ 2022-23 ചെയ്ത റോഡുകളും 22-23 ചെയ്ത് 23-24 ചെയ്ത റോഡുകൾ മുഴുവനും തന്നെ വാട്ടർ അതോറിറ്റി കുഴിച്ച് പൈപ്പിടേണ്ട ഒരു അവസ്ഥ വന്നു. നിരന്തരമായി പഞ്ചായത്ത് ഭരണസമിതിയുടെ സമ്മർദ്ദം മൂലം തന്നെ വാട്ടർ അതോറിറ്റി സർക്കാർ ഞങ്ങൾക്ക് 10 കോടി രൂപ ഈ കുഴിച്ച റോഡുകൾക്ക് റീസ്റ്റോറേഷൻ ചെയ്യുന്നതിന് വേണ്ടി അംഗീകരിച്ചു തരികയും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ പഞ്ചായത്ത് ഫണ്ട് വെച്ചുകൊണ്ട് പല റോഡുകൾക്കും ഒരുവിധ റോഡുകൾക്കും റീസ്റ്റോറേഷനും അതുപോലെ തന്നെ റീടാറിങ് ചെയ്യുന്നതിനുമുള്ള ഫണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കാളമുറി ചളിങ്ങാട് റോഡ്, കാളമുറി കൈവെപ്പ് റോഡ്, കൊപ്രക്കളം റോഡ്, അതുപോലെ തന്നെ ബോർഡ് റോഡ്, അങ്ങനെയുള്ള വലിയ ഏറ്റവും അത്യാവശ്യമുള്ള റോഡുകളുടെ റീസ്റ്റോറേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ റീടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ റോഡുകളും ഒരുവിധ റോഡുകൾ തന്നെ ഇപ്പൊ ഒരു 13-14 റോഡുകളുടെ വർക്ക് ഇപ്പൊ ഈ സ്പോട്ടിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10 കോടി രൂപ റീസ്റ്റോറേഷൻ വർക്കിന് വാട്ടർ അതോറിറ്റി ഞങ്ങൾക്ക് തന്നതിൽ 6 കോടി രൂപ വിലയിരുത്തി എല്ലാ റോഡുകളും റീസ്റ്റോറേഷന്റെ വർക്കും തുടങ്ങിയിട്ടുണ്ട്.
ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഒരു മാർച്ച് ലാസ്റ്റോടു കൂടി പ്രധാനപ്പെട്ട റോഡുകളുടെ എല്ലാ ഇതിന്റെയും വർക്കുകൾ എന്തായാലും കഴിഞ്ഞിരിക്കും. പിന്നീട് ബാക്കി 10 കോടിയിൽ 4 കോടി രൂപ കൂടിയുണ്ട്. അത് മറ്റുള്ള റോഡുകൾക്ക്, കുഴിച്ച റോഡുകൾക്ക് റെസ്റ്റോറേഷൻ വർക്കുകളും നടന്നിരിക്കും. പ്രത്യേകിച്ച് എനിക്കിപ്പോ ഇത്രേ പറയാനുള്ളൂ. ഓക്കെ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇതിലെ മെമ്പറുമായ എന്താണ് റോഡിന്റെ വിഷയങ്ങൾ വളരെ ഇതായിട്ടുള്ള 10 കോടി ലഭിച്ചു. പഞ്ചായത്ത് ബോധപൂർവം ഇതിന്റെ റോഡിന്റെ പണികൾ ചെയ്യാൻ നിർത്തിക്കൊണ്ടു പോകുന്നു എന്നൊക്കെയുള്ള പ്രചരണം ഇവിടെ നാട്ടിൽ നടക്കുന്നുണ്ട്. സത്യവസ്തുത എന്ന് പറഞ്ഞാൽ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കയ്പമംഗലത്തെ നിരവധി റോഡുകൾ, അതിൽ പ്രധാനപ്പെട്ട റോഡുകൾ പലതും നടുഭാഗം തന്നെ കുഴിച്ച് മറച്ചിട്ടുണ്ട്. ഇത് ഒന്നും പഞ്ചായത്തിനോട് കൃത്യമായിട്ട്, പഞ്ചായത്തിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിലും കൃത്യമായിട്ട് ആലോചിക്കാതെ വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് വാട്ടർ അതോറിറ്റി ഈ പണി തുടങ്ങി വെച്ചത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത്രയും കാലമായിട്ട്, അതായത് പണി തുടങ്ങിയിട്ട് പല പണികളും നമ്മൾ അവസാനം റിസ്റ്റോറേഷൻ വർക്ക് തുടങ്ങിയ റോഡുകൾ പോലും രണ്ടാമത് അവർ കുഴിച്ച് മറക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. കൂടാതെ ഈ പല റോഡുകളും ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന് നിലനിൽക്കുന്നു. ഈ നിലനിൽക്കുന്ന ഒരവസ്ഥയിലാണ് പഞ്ചായത്തിൻ്റെ ഈ വർക്കിനെ നമ്മൾ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 10 കോടി ഇവിടെ ലഭിക്കുന്ന സമയത്ത് 2022 ഫെബ്രുവരി മാസം ലഭിക്കുമ്പോൾ ഇതിന് പദ്ധതിയും പരിപാടി ഉണ്ടാക്കാൻ വേണ്ടി പഞ്ചായത്തിന് ആ മാർച്ച് മാസം വർക്കിനിടയ്ക്ക് നടക്കില്ല. എന്നാൽ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് സ്റ്റാഫിൻ്റെ കുറവ്, എഞ്ചിനീയർ കുറവ് പലപ്പോഴും നമ്മൾ ഇവിടുത്തെ ഈ മാസങ്ങളോളം ഉണ്ടായിട്ടില്ല. പലരും മാറി വന്നു. പിന്നെ ഇവിടെ സെക്രട്ടറി മാസങ്ങളോളം ഉണ്ടായിട്ടില്ല, സെക്രട്ടറിമാർ മാറി വന്നു. അങ്ങനെ കുറേ സാങ്കേതികമായിട്ട് അങ്ങനത്തെ വിഷയങ്ങൾ. ഇതിനോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ മാർച്ചിന് ശേഷം ഇതിന് പദ്ധതി ഉണ്ടാക്കി നമ്മളെ ഈ റോഡുകൾ മുഴുവൻ, ഈ പട്ടണത്തിൽ കുഴിച്ച റോഡുകളിലെ പരമാവധി 6-7 കോടിക്ക് കഴിഞ്ഞ വർഷം ആദ്യത്തിൽ തന്നെ 6-7 കോടി രൂപയ്ക്ക് റെസ്റ്റോറേഷനും റിട്ടയറിങ്ങും ഒക്കെ പദ്ധതി വെച്ചു. ആ പദ്ധതി നമ്മുടെ ജില്ലാ പ്ലാനിംഗ് ഓഫീസ് അംഗീകരിച്ച് മുന്നോട്ട് വന്നു. ഇത് ടെൻഡറിങ്ങിൻ്റെ ഘട്ടമെത്തിയപ്പോൾ, ടെൻഡറിങ് കൊടുത്തതും ടെൻഡറിങ്ങിൻ്റെ ഘട്ടമെത്തിയപ്പോൾ വാട്ടർ അതോറിറ്റി വാക്ക് മാറി. വാട്ടർ അതോറിറ്റി പറയുന്നത് അവർ കുഴിച്ച അതേ ഭാഗം, കുഴിച്ച അതേ സൈഡ് മാത്രമേ അവർ ചെയ്യുള്ളൂ, ബാക്കിയുള്ളൊന്നും അവർക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞിട്ട് കൈമാറി. സത്യത്തിൽ വെച്ചാൽ റോഡുകൾ വാട്ടർ അതോറിറ്റി കുഴിച്ച വഴിക്ക് തന്നെ അവർ ചെയ്യേണ്ട പണിയാണ്. സത്യത്തിൽ റിസ്റ്റോറേഷൻ വർക്ക് കൃത്യമായിട്ട് ചെയ്യേണ്ടത് വാട്ടർ അതോറിറ്റിയാണ് ചെയ്യേണ്ടത്. വാട്ടർ അതോറിറ്റി ചെയ്യുന്നതിന് പകരം അത് പഞ്ചായത്തിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. വാട്ടർ അതോറിറ്റി കുഴിക്കുന്ന സമയത്ത് തന്നെ റോഡിന്റെ നമ്മൾ പല പ്രദേശങ്ങളും കാണാം. റോഡിന്റെ കുഴിക്കുന്ന ഭാഗത്ത് അവിടെ കുഴിച്ച വഴിക്ക് തന്നെ അവർ അതിനെ റീഫില്ല് ചെയ്ത് മണ്ണെടുത്ത് മാറ്റി പുതിയ മണ്ണ് ചെയ്ത് റിട്ടയറിങ് ചെയ്താൽ ഈ പ്രശ്നങ്ങളില്ല. ഇത് മാസങ്ങളോളം എത്തി കഴിഞ്ഞ് ഫണ്ട് തന്ന് അത് കഴിഞ്ഞ് ഇനി പദ്ധതി ഉണ്ടാക്കി മുന്നോട്ട് വന്ന സമയത്ത് ഇവർ വീണ്ടും തടസ്സാവാൻ നയിക്കുന്നത്. അപ്പോൾ അനവധി റോഡുകൾ തകർന്നു പോയി. ഇപ്പോൾ പ്രത്യേകിച്ച് ബോർഡ് കിഴക്കോട്ടുള്ളത് പടിഞ്ഞാട്ടുള്ള റോഡ്, കാളമൂർ കിഴക്കോട്ടുള്ളതും പടിഞ്ഞാട്ടുള്ള റോഡ്, അവർ പഞ്ചായത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബോർഡ് റോഡ് മുതൽ കാളമൂർ റോഡ് വരെയുള്ള റോഡുകൾ ഇത് മുഴുവൻ നടുഭാഗം പൊളിച്ചാണ് ഇട്ടു. ഇത് കഴിഞ്ഞ് മാസങ്ങളോളം കിടന്നു കഴിഞ്ഞപ്പോൾ ഈ റോഡുകൾ എല്ലാ ഭാഗം തകർന്നു പോയി. ഇതുവരെ അടുത്ത 1 മാസങ്ങൾക്ക് മുമ്പ് വരെ വാട്ടർ അതോറിറ്റി ഈ റോഡുകൾക്ക് പോലും പൂർണ്ണമായി കൊണ്ടുവരാൻ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ മാസം പഞ്ചായത്തും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പഞ്ചായത്ത് മെമ്പർമാരെല്ലാവരും കൂടിയുള്ള ചർച്ചയിൽ അവർ ആ കാര്യം വെച്ചിട്ടുണ്ട്. അതായത് ഈ 1.5 വർഷം കഴിഞ്ഞിട്ടാണ് അവർ സത്യത്തിൽ അംഗീകരിക്കുന്ന പൂർണ്ണമായിട്ട് തകർന്ന റോഡുകൾ ആ ഫണ്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാമെന്ന്. അങ്ങനെ നിരന്തരമായ സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഇതിനെ ഈ ഫണ്ട് എടുക്കുന്നതിന് തടസ്സം വാട്ടർ അതോറിറ്റിയാണ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇതോടൊപ്പം ഫണ്ട് അനുവദിച്ച കൊപ്രക്കളം പടിഞ്ഞാട്ട് പോകുന്ന കൊപ്രക്കളം പഞ്ഞമ്പള്ളി റോഡ്, ഈ റോഡിന് MLA ഇതിൽ നിന്ന് ഏതാണ്ട് ഫണ്ട് അനുവദിച്ച് 1.5 വർഷത്തോളമായി. വേറെ സാങ്കേതികത്വങ്ങൾ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം വാട്ടർ അതോറിറ്റിയിലെ കുഴിച്ച റിസ്റ്റോറേഷൻ പഞ്ചായത്ത് ചെയ്യുന്ന പറഞ്ഞു. പഞ്ചായത്ത് അടിയന്തര സ്വഭാവത്തിൽ 16 ലക്ഷം രൂപ ചെലവിൽ റിസ്റ്റോറേഷൻ വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്തിട്ട് ഇതുവരെ ആ റോഡിന്റെ പണി പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഗവൺമെന്റ് കോൺട്രാക്ട്, നമ്മൾ ഈ റിസ്റ്റോറേഷൻ ഫണ്ട് മാത്രമല്ല ഉപയോഗിക്കുന്നത്, പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഗ്രാന്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ട് പഞ്ചായത്തിന് നിരവധി റോഡുകൾ, പഞ്ചായത്തിന്റെ 20 വാർഡുകളിൽ നിരവധി റോഡുകൾ വർക്ക് നടക്കുന്നുണ്ട്. ഈ വർക്കുകൾക്കൊക്കെ ഇതിനോടൊപ്പം സാങ്കേതികമായ പ്രശ്നങ്ങളും ഇതിനൊപ്പം നിൽക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ഡിലേ വന്നത് വാട്ടർ അതോറിറ്റിയുടെ ഈ പറഞ്ഞ പിടിവാശികൾ കാരണങ്ങളാണ്. അതുപോലെ തന്നെ ഈ നമ്മളെ എഞ്ചിനീയറിംഗ് സെക്ഷൻ്റെ കൈപ്പമംഗലത്തെ എഞ്ചിനീയറിംഗ് സെക്ഷന്റെ പരിമിതികളുണ്ട്. അവർ ഒരു എഞ്ചിനീയർ 2 ഓവർസിയർ മാത്രമേ ഉള്ളൂ അവിടെ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓവർസിയറും ഒരു എഞ്ചിനീയർ, ബാക്കി താൽക്കാലികമായിട്ടുള്ള ആളുകളെ വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്.
ഇങ്ങനത്തെ ഒരു പരിമിതമായ സൗകര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്. പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ വളരെ അടിയന്തര സ്വഭാവത്തിൽ മാർച്ചോടുകൂടി തന്നെ മിക്കവാറും റോഡുകളിലെ റിസ്റ്റോറേഷൻ വർക്ക് കഴിയും. പ്രധാനപ്പെട്ട റോഡുകൾ റിസ്റ്റോറേഷൻ വർക്ക് കഴിയും. അതൊക്കെ ടെൻഡറിങ് കഴിഞ്ഞ് കഴിഞ്ഞു അതിൽ അവർ ടെൻഡർ കോൺട്രാക്ടേഴ്സ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഉറപ്പ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് തൊട്ട് തന്നെ ബാക്കി റോഡുകൾ ടാറിങ്ങും എല്ലാം കഴിയും. പറഞ്ഞാൽ മതി. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് കൊപ്പനക്കളം പ്രധാനപ്പെട്ട റോഡാണ്. അതിലും വർക്കുകൾ ഇപ്പോ ഒരുപാട് നാളായി കഴിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞു. അതും അതിന്റെ ഒരു കാര്യം എന്താണ്? അത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് കൊപ്പക്കളം റോഡിന് നമ്മളിപ്പോ ഈ വാട്ടർ അതോറിറ്റി കൈപ്പമംഗലം പഞ്ചായത്തിന് പൈസ കൊടുത്തു എന്ന അതിന് മുമ്പ് തന്നെ MLA-യുടെ 60 ലക്ഷത്തോളം രൂപ കൊപ്പക്കളം റോഡിന് MLA ഫണ്ട് ചെയ്തു. 10 ലക്ഷം രൂപ ഫ്ലഡിന്റെ വർക്കിൽ നിന്ന് അനുവദിച്ചതാണ്. അതിന് ആകെ സാങ്കേതികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വെച്ചാൽ ആ സമയത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കുഴിച്ചിട്ട് അവിടെ റിസ്റ്റോറേഷൻ വർക്ക് ചെയ്യേണ്ടി വന്നു. അതിനൊരു 3-4 മാസത്തെ ഡിലേ വന്നു റിസ്റ്റോറേഷൻ വർക്ക് നടത്താൻ വേണ്ടി. ഈ 4 മാസത്തെ ഡിലേ ഒഴിച്ച് ഇപ്പൊ 1.5 കൊല്ലത്തിനുള്ളിൽ വേറെ ഡിലേകളൊന്നുമില്ല. അപ്പൊ എന്ന് വെച്ചാൽ പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇതുവരെ ആ റോഡിന്റെ പണി പൂർത്തീകരിച്ചില്ല. അതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ സാങ്കേതിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ നിയമത്തിന്റെ നൂലാമാലകളും വെച്ച് പല പണികളും. പിന്നെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ട്രഷറിയിൽ പല കോൺട്രാക്ടേഴ്സിനും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കിട്ടാനുണ്ട്. അപ്പൊ അവരെന്ന് വെച്ചാൽ ആ കിട്ടുന്നതനുസരിച്ച് അവർക്ക് പണി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയും കൂടി ഉണ്ട്. ഈ അവസ്ഥകൾക്ക് നിലനിന്നുകൊണ്ട് അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത് ഈ കൊപ്രകളം റോഡ് തന്നെ ഏറ്റവും ചോദിച്ചതനുസരിച്ച് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. കൈപ്പമംഗലം പഞ്ചായത്തിൽ തന്നെയുള്ള കൊപ്രക്കൽ റോഡ് ഇത്രയും 1.5 കൊല്ലത്തിന് മുമ്പ് കണ്ടനുവദിച്ച റോഡ്, വേറെ സാങ്കേതികമായിട്ട് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത റോഡ്, വേറെ തടസ്സവാദങ്ങൾ ഈ വാട്ടത്തോടത്ത് ഉന്നയിക്കുമ്പോൾ തടസ്സവാദങ്ങൾ ഉന്നയിക്കാത്ത റോഡ് ഇതുവരെയും അതിന്റെ പണി പൂർത്തീകരിച്ചില്ല. ഇനിയും 1-2 മാസങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് അതിന് പണിക്ക് വരും. അങ്ങനത്തെ ദൃഷ്ടാന്തം നമ്മളെ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പഞ്ചായത്തിന്റെ കുഴപ്പങ്ങളല്ല, നമ്മൾ സാങ്കേതിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ തടസ്സവാദങ്ങൾ. ഇപ്പൊ തന്നെ പണി കഴിഞ്ഞ റോഡ് ഈ കൈപ്പമംഗലം പഞ്ചായത്ത് കുളങ്കര പഞ്ചായത്ത് ഓഫീസ് റോഡ്, ഈ റോഡില് റിസ്റ്റോറേഷൻ വർക്ക് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം കാലത്ത് വന്നിട്ടാണ് വാട്ടർ അതോറിറ്റി വീണ്ടും കുഴിക്കുന്നത്. പക്ഷെ അവര് ഹാൻഡ് ഓവർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള റോഡാണ് ഈ പറയുന്നത്. അതുപോലെ അനവധി റോഡ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട്. ഇപ്പൊ പോലും പഞ്ചായത്തിന് അനുവദിച്ചതൊന്നുമില്ല, റോഡ് ഹാൻഡ് ഓവർ ചെയ്തില്ല. അവർ പണികൾ മുഴുവനായില്ല. റിസ്റ്റോറേഷൻ ചെയ്ത വർക്കുകളും പണി ചെയ്ത വർക്കുകളും പോലും രണ്ടാമതൊരു കുടിക്കുന്നു. ഇതൊക്കെ നിലനിന്നുകൊണ്ട് അതിനൊക്കെ മറികടന്നുകൊണ്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്ന എന്തായാലും എത്രയും വേഗം തന്നെ ഇതിന്റെ വർക്കുകൾ പൂർത്തീകരിക്കണമെന്ന് എനിക്ക് പറയാം. ഈ മാർച്ച് അവസാനത്തോടെ നല്ലൊരു ശതമാനം റോഡുകൾ റിസ്റ്റോറേഷൻ വർക്കും അതുപോലെ തന്നെ റിട്ടയറിംഗും നടക്കും. പറഞ്ഞ പോലെ തന്നെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഒരു നിർമ്മാണ പ്രവർത്തനത്തിനെ വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ കരാറുകാരായാലും അതുപോലെ തന്നെ മറ്റുള്ള രീതികളിലായാലും അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയറിന്റെ പ്രശ്നം പറഞ്ഞു, സെക്രട്ടറിയുടെ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. പ്രസിഡന്റിന് എന്താണ് ആ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നത്? സാങ്കേതികത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷം തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ കൈപ്പമംഗലം പഞ്ചായത്തിൽ ഒരു വിസ്മയ തീരം എന്ന ഒരു പദ്ധതി വന്ന് ചെറിയ രീതിയിൽ ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ പാർക്ക്, അതുപോലെ തന്നെ ഓപ്പൺ ജിം, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മുടെ കൈപ്പമംഗലം പഞ്ചായത്തിന്റെ രീതിയിൽ കമ്പനിക്കടവ് 19-ാം വാർഡ് കമ്പനിക്കടവിൽ വിസ്മയ തീരം എന്നൊരു നല്ലൊരു പദ്ധതി, ടൂറിസത്തിന്റെ നല്ലൊരു പദ്ധതി ഞങ്ങൾ കൊണ്ടുവന്നു. അതിന്റെ ഫസ്റ്റ് ഘട്ടം ഞങ്ങൾ ആരംഭിച്ചു. കുറച്ചൊക്കെ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് അവിടെ ചെയ്യാൻ സാധിച്ചു. പക്ഷെ ഇല്ല അങ്ങനത്തെ ഒരു വലിയൊരു പദ്ധതി ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ എല്ലാം കൊണ്ടൊരു ചരിത്രത്തിൽ തന്നെ ഒരു നല്ലൊരു വിജയകരമായ ഒരു പ്രവർത്തനമാണ് നമ്മൾ ഈ വിസ്മയ തീരം എന്നൊരു പദ്ധതി. പക്ഷെ അതിന്റെ സാങ്കേതികത്വം ഇതുപോലെ തന്നെ നമ്മുടെ വിസ്മയ തീരത്തിന്റെ അല്ലെങ്കിൽ ആ തീരദേശത്തെ ഒരു പഠനം നടത്തണമെന്ന് സർക്കാരിന്റെ ഒരു രീതി ഉണ്ടായിരുന്നു. അതിനായിട്ട് കൈപ്പമംഗലം പഞ്ചായത്ത് 3,75,000 രൂപ പഠനത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പദ്ധതിയിൽ വെച്ചു, അതുപോലെ തന്നെ ഈ പദ്ധതിയിലും വെച്ചു. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ട്രഷറിയുടെ ക്യൂബിൽ കിടക്കുന്ന വിഷയങ്ങൾ കാരണം കൊണ്ട് ഞങ്ങൾ 3,75,000 3,75,000 രൂപയാണ് ഇതിന്റെ പദ്ധതിയുടെ ചെലവ്. ആ പൈസ ഞങ്ങൾ ട്രഷറിലേക്ക് അന്നേ തന്നെ ബില്ല് അയച്ചതാണ്. പക്ഷെ അത് ക്യൂബിൽ കിടക്കുന്നത് കൊണ്ട് ആ വർക്ക് ഞങ്ങൾക്ക് ഇതുവരെയും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ബാക്കിയുള്ള വർക്കുകൾ 2-ാം ഘട്ടം പ്രവർത്തനം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന വിഷയമാണ്. ഇവിടെ എഞ്ചിനീയറിംഗ് വിങ്ങിൽ ഞങ്ങൾ പഞ്ചായത്ത് അധികാരിയായിരിക്കുമ്പോൾ ഉണ്ടായിരുന്നു.
ഈ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ അവർ പോയി. പകരം ബ്ലോക്കിലേക്കായിരുന്നു കുറേ മാസങ്ങളോളം ചാർജ്. അത് കഴിഞ്ഞ് പിന്നെ PSC കിട്ടി. പുതിയതായിട്ടൊരു വന്ന ഒരു കാര്യങ്ങൾ പഠിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ അവർ ജോലി രാജിവെച്ച് അവർ പോയി. വീണ്ടും കുറേ നാളായിട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് ഉണ്ടായിരുന്നു. അവിടെ ഓവർസിയർ നിലനിർത്തുന്നു. ഒരു ഓവർസിയർ കുറേ നാളായിട്ട് ഉണ്ടായിരുന്നില്ല. ഒരാൾ വന്നു, വീണ്ടും പോയി. അത് കഴിഞ്ഞ് വേറെ ആൾ വന്നു. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിരുന്നു. ഒരു മറ്റേ 10 മാസം ലീവ് കൊടുത്തു. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഓവർസിയറും ഇത് നിലവിലുള്ള AL മുന്നോട്ട് പോകുന്നത്. സെക്രട്ടറി നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ സെക്രട്ടറി ഈ 4-5 സെക്രട്ടറിമാർ വന്നു. ഒരു സെക്രട്ടറി വെറുതെ ഒരു ദിവസം അപ്പോയിൻമെന്റ് ജോയിൻ ചെയ്യലും അന്ന് തന്നെ റിട്ടയർ ചെയ്യാൻ മാത്രമായിട്ട് വന്നു. അത് പഞ്ചായത്തിന് ഫണ്ടിൽ നിന്ന് ആ പൈസ മുഴുവൻ പോകുന്നത്. അങ്ങനെ സെക്രട്ടറിമാരുടെ കാര്യത്തിലും പലപ്പോഴും സെക്രട്ടറിമാരില്ല. ഇപ്പോൾ ഒരു ഏതാണ്ട് 5-8 മാസമായിട്ട് സെക്രട്ടറിമാരുണ്ടായില്ല. ഏഴ്സാണ് അവിടെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥ തലത്തിലും നമ്മുടെ പഞ്ചായത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും പലപ്പോഴും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് വരുന്നത്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിൽ 100 കണക്കിന് പദ്ധതികളും പ്രവർത്തനങ്ങളും നടക്കുന്ന അതിന് ബന്ധപ്പെട്ട എഞ്ചിനീയറും സെക്ഷനിൽപ്പെട്ട ആളുകളും അതിന് ബന്ധപ്പെട്ട സെക്രട്ടറിമാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും കൃത്യമായിട്ട് വേണം. അതൊന്നും ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് അതും നമ്മൾ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമാണ്. നമുക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ഇങ്ങനത്തെ വിഷയങ്ങളെ കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രസിഡന്റിനോട് കാര്യങ്ങൾ സംസാരിച്ചു. കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു അവസ്ഥയെ മറികടക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി.